പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത പവേർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. ശബരിമലയുടെ ഏറ്റവും അടുത്ത നിയോജക മണ്ഡലമെന്ന നിലയിൽ ശബരിമല വിമാനത്താവളം കോന്നി കേന്ദ്രീകരിച്ച് നടപ്പിലാക്കണമെന്ന് KU ജനീഷ് കുമാർ MLA. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമാനത്താവളത്തിനായി സൗജന്യമായി ഭൂമി കിട്ടാനും സാധ്യതയുണ്ട്. കോന്നിയെ കേരള ഭൂപടത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. വരുന്ന മന്ത്രിസഭയിൽ സമ്മർദ്ദം ചെലുത്തുവാൻ പത്തനംതിട്ടയിലെ മറ്റു MLA-മാരും ശുപാർശ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിച്ച പണം ഉപയോഗിച്ച് നടത്തുന്ന വികസന പദ്ധതികളെല്ലാം കൂടുതൽ വേഗം പൂർത്തീകരിക്കപ്പെടണം. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെല്ലാം വളരെ വേഗം തന്നെ പൂർത്തീകരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ കോന്നി ആഗ്രഹിക്കുന്ന നിരവധി വികസന സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തത് വിമാനത്താവളമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലം വിശാലമായ സ്ഥലം കോന്നിയിൽ ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നിലവിൽ എരുമേലി വിമാനത്താവളം എന്ന നിലയിൽ എരുമേലിയിൽ അതിൻ്റെ പ്രവർത്തനവും സ്ഥലമേറ്റെടുപ്പും എല്ലാമായി മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ കോടതിയുടെ ഇടപെടൽ നിരന്തരം വരുന്നതിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുപ്പിൽ പ്രയാസങ്ങൾ നിലനിൽക്കുകയാണ്. അങ്ങനെ തടസ്സങ്ങൾ വന്നാൽ കോന്നിയിൽ ഇപ്പോൾ നമുക്കറിയാം, പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തോട് നിൽക്കുന്ന മലയാലപ്പുഴയിലാണെങ്കിലും കല്ലേലിയിലാണെങ്കിലും ചിറ്റാറിലാണെങ്കിലും എല്ലാം ഒരുപക്ഷെ സൗജന്യമായി പോലും വിമാനത്താവളത്തിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട്. രാഷ്ട്രീയം നോക്കാതെ കോന്നിയുടെ വികസനത്തിന് ഒറ്റക്കെട്ടായി നിലകൊള്ളണം. രാഷ്ട്രീയ പരിഹാസമെന്ന നിലയിലാണ് വനവാസത്തിനായി VD സതീശനെ കോന്നിയിലേക്ക് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി പദവി ലഭിച്ച അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നതായും കോന്നി MLA പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ പരാജയ കാരണങ്ങൾ LDF പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തിരുവല്ലയിൽ മാത്യു T തോമസിന്റെ പരാജയമാണ് കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്നും KU ജനീഷ് കുമാർ പറഞ്ഞു. കോന്നിയിൽ LDFന് ഭൂരിപക്ഷം കുറവാണെങ്കിലും വോട്ടിംഗ് ശതമാനം കൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.